നമ്മൾ പ്രീനേറ്റൽ ഡയഗ്നോസിസ് എന്ന് പറയുന്ന ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റെം സെൽ തെറാപ്പി, സ്റ്റെം സെൽസിനെ പറ്റി പഠിച്ചു, ടൈപ്സ് ഓഫ് സ്റ്റെം സെൽസ്, അതിനകത്ത് എംബ്രിയോണിക് സ്റ്റെം സെൽസ്, അഡൾട്ട് സ്റ്റെം സെൽസ്, പിന്നെ സ്റ്റെം സെൽ തെറാപ്പി എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ യൂസസ് എന്താണെന്നൊക്കെ പഠിച്ചു. അപ്പോൾ അത് കണ്ടിട്ടില്ല, വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും പോയി കാണുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രീനേറ്റൽ ഡയഗ്നോസിസ് നോക്കാം അല്ലേ, എന്താണെന്ന്. Prenatal diagnosis. Procedures undertaken to diagnose genetic abnormalities and structural abnormalities of an early embryo and fetus in order to undertake timely prenatal counseling and appropriate interventions. അപ്പോൾ എന്താണ് പ്രീനേറ്റൽ ഡയഗ്നോസിസ് എന്ന് പറയുമ്പോൾ, അതായത് ഫീറ്റൽ സ്റ്റേജിൽ അല്ലെങ്കിൽ എംബ്രിയോ സ്റ്റേജിൽ തന്നെ എന്തെങ്കിലും ഈ എംബ്രിയോയ്ക്ക് അല്ലെങ്കിൽ ഫീറ്റസിന് എന്തെങ്കിലും ജനറ്റിക് അബ്നോർമാലിറ്റീസ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കുന്ന ഒരു അപ്രോച്ചാണ് എന്തെന്ന് പറയുന്നത്, പ്രീനേറ്റൽ ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. ഇറ്റ് അലോസ് ടൈംലി ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ദെയർ ബൈ പ്രിവെൻറ്റിംഗ് വേസ്റ്റേജ് ആൻഡ് പെരിനേറ്റൽ മോർട്ടാലിറ്റി. അതായത് എന്തെങ്കിലുമൊക്കെ ജനറ്റിക് അബ്നോർമാലിറ്റീസ് ഉള്ള ഫീറ്റസ് ആണെങ്കിൽ അത് ടൈംലി ആയിട്ട് കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ പ്രഗ്നൻസി മുന്നോട്ട് കൊണ്ടുപോകാതെ തന്നെ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ജനിച്ചാൽ പാടല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യുന്നു, ടൈംലി ആയിട്ട് കണ്ടെത്തിയിട്ട് അവരെ പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ എന്താണ് അങ്ങനെയുള്ള ജനറ്റിക് ഡിസോർഡേഴ്സ് ഒക്കെ ഉള്ള കുഞ്ഞുങ്ങൾ ജനിച്ചാൽ പിന്നെയായാലും അതെന്താകും, മോർട്ടാലിറ്റി റേറ്റിന് കാരണമോ. അപ്പോൾ അത് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ ഡയഗ്നോസിസ് ചെയ്യുകയാണ് പ്രീനേറ്റൽ ഡയഗ്നോസിസിൽ ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്? ഇറ്റ് അലോസ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് എ കണ്ടീഷൻ ബിഫോർ ഓർ ആഫ്റ്റർ ബർത്ത്. അതായത് ബിഫോർ അല്ലെങ്കിൽ ആഫ്റ്റർ ബർത്ത് എന്ത് ചെയ്യും, മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണ്. ഇപ്പം വലിയ കുഴപ്പമില്ലാത്ത കുഞ്ഞുങ്ങളൊക്കെയാണ്, ഹാർട്ടിന് എന്തെങ്കിലും പ്രോബ്ലമൊക്കെ ഉള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ വലിയ കുഴപ്പമില്ലെങ്കിൽ എന്ത് ചെയ്യും, ആ പ്രഗ്നൻസി അലോ ചെയ്യും. അതിനുശേഷം ഡെലിവറിക്ക് ശേഷം കുഞ്ഞിന് വേണ്ട സർജറിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിനെ ക്യൂർ ചെയ്യുകയും ചെയ്യാൻ പറ്റും. പിന്നെ പേരൻസ് ടു മേക്ക് ഡിസിഷൻസ് റിഗാർഡിംഗ് വെദർ ടു അബോർട്ട് എ ഫീറ്റസ് വിത്ത് എ ഡയഗ്നോസ്ഡ് കണ്ടീഷൻ അനുസരിച്ച് ആ പ്രഗ്നൻസി മുന്നോട്ട് കൊണ്ടുപോകണോ അതോ അതിനെ അബോർട്ട് ചെയ്യണോ എന്നുള്ള ഒരു ഡിസിഷൻ മേക്കിങ്ങിന് പേരൻസിന് സാധ്യമാവുന്നുണ്ട്. ഇപ്പം നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ജനറ്റിക് ഡിസോർഡേഴ്സ് ഒക്കെ ഉള്ള കുട്ടികൾ കൂടുതലായിട്ടും ഉള്ളത് എപ്പോഴാണ്, ഒരുപാട് പണ്ടൊക്കെ ജനിക്കുന്ന കുഞ്ഞുങ്ങളായിരുന്നു അല്ലേ, മന്ദബുദ്ധികളും അല്ലെങ്കിൽ അങ്ങനെയുള്ള ജനറ്റിക് ഡിസോർഡേഴ്സ് ഒക്കെ ഉള്ള കുട്ടികൾ ഒരുപാട് കൂടുതലായിരുന്നു പണ്ട്. കാരണം എന്താ, ഇങ്ങനെയുള്ള പ്രീനേറ്റൽ ഡയഗ്നോസിസ് ഒന്നും അധികം ഡെവലപ്ഡ് ആയിരുന്നില്ല. ആളുകൾ ഒട്ടും അവെയർ അല്ലായിരുന്നു, ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് ഉണ്ടെന്നുള്ള അവെയർനെസ് ഇല്ലായിരുന്നു. ഇങ്ങനെയുള്ള എന്താണ് എല്ലാ ഹോസ്പിറ്റലുകളിലും അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ലായിരുന്നു അല്ലേ. അപ്പോൾ ഇപ്പോഴാണെങ്കിലോ ഒരുപാട് സ്കാനിങ് സെൻറ്റേഴ്സ് ഉണ്ട്, ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ ഒരു വിധം വരെ എന്തിനു സഹായിച്ചിട്ടുണ്ട്, നമ്മളുടെ ജനറ്റിക് ഡിസോർഡേഴ്സ് ഉള്ള കുഞ്ഞുങ്ങളെ ഫീറ്റസ് ആയിട്ടുള്ള സ്റ്റേജിൽ തന്നെ കണ്ടെത്താൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ parents to prepare physiologically, socially, financially and medically for a baby with a health problem or disability. അതായത് പേരൻസിന് മെൻ്റലി പ്രിപ്പയർ ചെയ്യാൻ പറ്റും അല്ലേ, എങ്ങനെയാണ്, ഫിനാൻഷ്യലി ആയാലും സോഷ്യലി ആയാലും മെഡിക്കലി ആയാലും ഒരു ഹെൽത്തി ബേബിക്ക് വേണ്ടിയിട്ട് അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഹെൽത്തി ബേബി അല്ലാന്നുണ്ടെങ്കിൽ അവനെ പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യാനും ഒക്കെ അതിനെ ഹെൽപ്പ് ചെയ്യും. ഡിറ്റർമിൻ ദ ഔട്ട്കം ഓഫ് പ്രഗ്നൻസി, അതായത് പ്രഗ്നൻസി മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ പ്രീനേറ്റൽ ഡയഗ്നോസിസിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, prenatal testing is usually carried out where there is a known risk of a serious genetic disorder or in older women where there is an increased risk of ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് സച്ച് ആസ് ഡൗൺ സിൻഡ്രോം. അതായത് എല്ലാവർക്കും ഇത് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ചെയ്യത്തില്ല. കാരണം എന്താണ്, ഇത് മെയിനായിട്ടും ചെയ്യുന്നത് ഒരുപാട് ഏജ്ഡ് ആയിട്ടുള്ള വുമൻ പ്രഗ്നൻ്റ് ആയാൽ അങ്ങനെ ആയാൽ
മ്യൂട്ടേഷൻസ് ഒക്കെ കൂടാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഉണ്ടാകുന്ന കുഞ്ഞിനും അതിനെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസസിൽ പ്രീനേറ്റൽ ഡയഗ്നോസിസ് നടത്താറുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ജനറ്റിക് ഡിസോർഡർ എന്തെങ്കിലുമൊക്കെ ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിലും, സ്ട്രോങ് ആയിട്ടുള്ള ഹിസ്റ്ററീസ് ഉണ്ടെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, പ്രീനേറ്റൽ ഡയഗ്നോസിസ് ചെയ്യും. ഓക്കെ, this would normally be done in order to provide the opportunity of termination of pregnancy in the event of an adverse result. അതായത് ഇപ്പോൾ നമുക്കൊരു വളരെ ക്ലോസ് റിലേറ്റീവ്, നമ്മുടെ ഹസ്ബൻഡിൻ്റെ അല്ലെങ്കിൽ ഒരു വുമണിൻ്റെ ഒരു ക്ലോസ് റിലേറ്റീവ് ഒരു ഡൗൺ സിൻഡ്രോം ഉള്ള ഒരാളാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ജനറ്റിക് ഒരു ഹെറിറ്റൻസ് ഉണ്ട് അല്ലേ, ഇൻഹെറിറ്റൻസ് ഉണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വേണമെങ്കിൽ പ്രീനേറ്റൽ ഡയഗ്നോസിസ് ചെയ്യാൻ പറ്റും. ഈ കുഞ്ഞിനെ അങ്ങനെ ഒരു ഡിസോർഡർ ബാധിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പ്രീനേറ്റൽ ഡയഗ്നോസിസ് ചെയ്തിട്ട്. ഇനി അങ്ങനെ ആ കുട്ടിയെ അത് ബാധിച്ചിട്ടുണ്ട്, ആ കുട്ടീൻ്റെ ഡൗൺ സിൻഡ്രോം ആവാനാണ് ചാൻസ് എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ഫീറ്റസ് സ്റ്റേജിൽ തന്നെ നമുക്ക് ആ പ്രഗ്നൻസിയെ ടെർമിനേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ അത് ബോത്ത് മദറിനായാലും ഒരു സമൂഹത്തിനാണെങ്കിലും പേരൻറ്റിനെ സംബന്ധിച്ചിട്ടാണെങ്കിലും അങ്ങനെ ഒരു കുട്ടി ജനിക്കാൻ ആരും ആഗ്രഹിക്കത്തില്ല അല്ലേ. അപ്പോൾ അത് കുഞ്ഞിനോട് തന്നെ ചെയ്യുന്ന ഒരു അനീതിയാണ് അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ജനിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് പേരൻസിനാണെങ്കിലും നമ്മുടെ സമൂഹത്തിനാണെങ്കിലും അത് എന്താണ്, അങ്ങനെയുള്ള പ്രഗ്നൻസി തുടരാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രീനേറ്റൽ ഡയഗ്നോസിസിൻ്റെ അഡ്വാൻറ്റേജസ്. നെക്സ്റ്റ് വൺ ഈസ് അമിനോസെൻറ്റസിസ്. ഓക്കെ, അമിനോസെൻറ്റസിസ് എന്താണെന്ന് നോക്കാം. ദ ടെക്നിക് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ടുഡേ ഫോർ പ്രീനേറ്റൽ ഡയഗ്നോസിസ്. പ്രീനേറ്റൽ ഡയഗ്നോസിസിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നൊരു ടെക്നിക്കാണ് എന്തെന്ന് പറയുന്നത്, ട്രാൻസ് അബ്ഡോമിനൽ അമിനോസെൻറ്റസിസ് എന്ന് പറയുന്നത്. ട്രാൻസ് അബ്ഡോമിനൽ അമിനോസെൻറ്റസിസ് ആണ് നമ്മൾ പ്രീനേറ്റൽ ഡയഗ്നോസിസിന് വേണ്ടിയിട്ട് വളരെ വൈഡ്ലി ആയിട്ട് യൂസ് ചെയ്യുന്നൊരു ടെക്നിക്ക്. It is conveniently performed around 16 weeks of gestation. Gestation അതായത് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് 16ാമത്തെ വീക്കിലാണ് നമ്മൾ ഇത് ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്യുന്നത്. പക്ഷേ എന്താണ്, ഏർലി 10 വീക്സിലും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ പ്രൊസീജിയേഴ്സിന് മുന്നേ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അൾട്രാസൗണ്ട് സ്കാനിങ് ഉണ്ടല്ലോ, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അൾട്രാസൗണ്ട് യൂസ് ചെയ്ത് നമ്മൾ സ്കാൻ ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്, ഫീറ്റസിൻ്റെ ലൊക്കേഷൻ, അതുപോലെ പ്ലാസൻ്റയുടെ ലൊക്കേഷൻ, അമ്നോട്ടിക് സാക്ക്, ഇതെല്ലാം ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യും. എന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു നീഡിൽ ഉപയോഗിച്ചിട്ട് നീഡിൽ നമ്മുടെ അബ്ഡോമിനിലേക്ക് കയറ്റിയിട്ട് എന്ത് ചെയ്യും, നമ്മുടെ അമ്നോട്ടിക് ക്യാവിറ്റിയിൽ നിന്ന് ഫ്ലൂയിഡ്സ് എടുക്കും. അബ്ഡോമിനിലേക്ക് സിറിഞ്ച് കയറ്റിയിട്ട് അമ്നോട്ടിക് ക്യാവിറ്റി നമ്മൾ ആദ്യമേ ലൊക്കേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു അൾട്രാസൗണ്ട് സ്കാനിങ് വഴി. ആ അമ്നോട്ടിക് ക്യാവിറ്റിയിൽ നിന്ന് നമ്മൾ ഫ്ലൂയിഡ് ഇഞ്ചെക്റ്റ് ചെയ്ത് എടുക്കും. ഏകദേശം 10 to 20 ml ആണ് അമ്നോട്ടിക് ഫ്ലൂയിഡാണ് നമ്മൾ ആസ്പിറേറ്റ് ചെയ്ത് എടുക്കുന്നത്. ഈ ഫ്ലൂയിഡിൽ എന്ത് കാണും, ഈ ഫ്ലൂയിഡിൽ നമ്മുടെ ഫീറ്റസിൻ്റെ പ്രോട്ടീൻസ് കാണും, അതുപോലെ തന്നെ ഫീറ്റസുമായി ബന്ധപ്പെട്ട സെൽസ് കാണും. അതിൽ നിന്നൊക്കെ ആയിരിക്കുമല്ലോ ഫീറ്റസ് ഒറിജിനേറ്റ് ചെയ്തത്. അപ്പം ഫീറ്റസിനെ ടച്ച് ചെയ്യുന്നതിന് പകരം അതിൻ്റെ അമ്നോട്ടിക് ഫ്ലൂയിഡ് എടുത്താൽ അതുമായി ബന്ധപ്പെട്ട സെൽസും അതുപോലെ തന്നെ പ്രോട്ടീൻസും എല്ലാം തന്നെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഈ സെൽസ് നമ്മൾ ഈ അമ്നോട്ടിക് ഫ്ലൂയിഡിൽ നിന്ന് എടുത്ത സെൽസ് നമ്മൾ കൾച്ചർ ചെയ്യും. കൾച്ചർ ചെയ്തിട്ട് ഏകദേശം 10 to 14 days കഴിയുമ്പോൾ നമുക്ക് ഈ കൾച്ചേർഡ് സെൽസ് ഉപയോഗിച്ച് നമുക്ക് ക്രോമസോമൽ അബ്നോർമാലിറ്റീസിൻ്റെ ടെസ്റ്റുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് മെയിനായിട്ടും ബാൻഡിങ് അനാലിസിസ് യൂസ് ചെയ്തിട്ടാണ്. സർട്ടൻ ഫ്ലൂറസൻ്റ് ഡൈസ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ബാൻഡിങ് അനാലിസിസ് വഴിയിട്ടാണ് നമ്മൾ ഈ ക്രോമസോമൽ അനോമലിറ്റീസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് എൻസൈംസിനെയും കണ്ടെത്താൻ പറ്റും. നമ്മൾ പറഞ്ഞു പ്രോട്ടീൻസ്, ഈ ഫ്ലൂയിഡിൽ പ്രോട്ടീൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ എന്തുണ്ട്, എൻസൈംസ് ഉണ്ട്. മെയിനായിട്ടും ഒരു ആൽഫ ഫീറ്റോ പ്രോട്ടീൻ, AFP എന്ന് പറയും കേട്ടോ. ആൽഫ ഫീറ്റോ പ്രോട്ടീൻ എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് ഉണ്ട്, ഒരു എൻസൈം ഉണ്ട്. അമ്നോട്ടിക് ഫ്ലൂയിഡിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഒരു എൻസൈമാണ്. ഇതിൻ്റെ എലിവേറ്റഡ് ലെവൽസ് ഒരുപാട് മാൽഫോർമേഷൻസ് ഫീറ്റസിൽ ഉണ്ടാവാൻ കാരണമാകുന്നുണ്ട്. മെയിനായിട്ടും സ്പൈന ബൈഫിഡിയ, അനൻസെഫാലി അങ്ങനെയൊക്കെ പറയുന്ന അബ്നോർമാലിറ്റീസ്, മാൽഫോർമേഷൻസ് ഒക്കെ എംബ്രിയോയ്ക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അറ്റ് എലിവേറ്റഡ് ലെവൽസ് ഓഫ് AFP. ഓക്കെ, അപ്പം നമുക്ക് ഈ എൻസൈം
കറക്റ്റ് എമൗണ്ട് ആണോ അതോ ഒരു ലിമിറ്റ് കാണുമല്ലോ, അപ്പോൾ അതിലും കൂടുതലാണോ എന്നൊക്കെ ഡിറ്റക്റ്റ് ചെയ്യാനും ഈ അമിനോ സെൻറ്റസിസ് എന്ന് പറയുന്ന ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് പറ്റും. അപ്പോൾ അത്രയാണ് അമിനോ സെൻറ്റസിസ് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് എന്താണ്, ഒരു പ്രീ നേറ്റൽ ഡയഗ്നോസിസിൽ വരുന്ന ഒരു ടെക്നിക്കാണ് അമിനോ സെൻറ്റസിസ്. അപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. സിറിഞ്ച് അല്ലേ, ഒരു അബ്ഡോമൻ ഏർലി 60 വീക്സിലാണ് ഇത് സാധാരണ ചെയ്യുന്നത്. മെയിനായിട്ട് എന്ത് ചെയ്യും, ആദ്യമേ അൾട്രാസൗണ്ട് സ്കാനിങ് ഉപയോഗിച്ച് നമ്മുടെ പ്ലാസൻ്റ, ഫീറ്റസ്, അതുപോലെ തന്നെ അമ്നോട്ടിക് ക്യാവിറ്റി ഒക്കെ നമ്മൾ ലൊക്കേറ്റ് ചെയ്യും. അതിനുശേഷം അബ്ഡോമനിലൂടെ നമ്മൾ നീഡിൽ ഇൻസേർട്ട് ചെയ്തിട്ട് അമ്നോട്ടിക് ക്യാവിറ്റിയിൽ നിന്ന് ഏകദേശം 10 to 20 ml ഫ്ലൂയിഡ് ആസ്പിറേറ്റ് ചെയ്യും. ഈ അമ്നോട്ടിക് ഫ്ലൂയിഡിൽ എന്തുണ്ട്, ഫീറ്റസിൻ്റെ സെൽസ് ഉണ്ട്, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രോട്ടീൻസ് ഉണ്ട്. ഇതിൽ നിന്നൊക്കെ തന്നെ നമുക്ക് ഈ സെൽസിനെ കൾച്ചർ ചെയ്തിട്ട് ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് യൂസിങ് ബാൻഡിങ് അനാലിസിസ് നമുക്കതിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും, അബ്നോർമാലിറ്റീസ് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ AFP എന്ന് പറയുന്ന എൻസൈം, ആൽഫ ഫീറ്റോ പ്രോട്ടീൻ എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട്. അതിൻ്റെ ഡെഫിഷ്യൻസി എന്ന് പറയുന്ന ഒരു മെൻറ്റലിയൻ ഡിസോർഡർ ആണ്. അതുപോലെ തന്നെ അതിൻ്റെ എലിവേറ്റഡ് ലെവൽസും ഒരുപാട് മാൽഫോർമേഷൻസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നോർമൽ ലെവലായിരിക്കുന്നുള്ള ഫീറ്റസ് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഫീറ്റസ് ആണെങ്കിൽ മാത്രമേ നമ്മൾ പ്രഗ്നൻസിയെ കണ്ടിന്യൂ ചെയ്യാൻ സമ്മതിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് അമിനോ സെൻറ്റസിസ്. ഈ നെക്സ്റ്റ് ടെക്നിക്കാണ് ക്രോണിക് വില്ലസ് സാമ്പിളിംഗ് എന്ന് പറയും. ഓക്കെ, ക്രോണിക് വില്ലസ് സാമ്പിളിംഗ് CVS എന്നും പറയാറുണ്ട് കേട്ടോ. ഇത് മെയിനായിട്ടും ഏർലി പ്രഗ്നൻസി, അതായത് സെക്കൻഡ് ട്രൈമസ്റ്ററിലാണ് ഇത് മെയിനായിട്ടും ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, chronic villus sampling is usually done when either the father or mother has a family history of an identifiable inherited genetic disorder or when mother's age is over 35. അപ്പോൾ 2 reasons ഉണ്ടെങ്കിൽ നമുക്ക് ക്രോണിക് വില്ലസ് സാമ്പിളിങ് ചെയ്യും. ഒന്നെന്ന് പറയുന്നത് എന്താണ്, മദറിൻ്റെ ഏജ് 35 വയസ്സ് 35 ഏജിന് എബോവ് ആണെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്ട്രോങ് ഹിസ്റ്ററി ഉണ്ട്, അതായത് വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഐഡൻറ്റിഫൈബിൾ ആയിട്ടുള്ള ഒരു ഇൻഹെറിറ്റഡ് ജെനറ്റിക് ഡിസോർഡർ ഉണ്ട് എന്നെങ്കിലും നമുക്കിത് ക്രോണിക് വില്ലസ് സാമ്പിളിങ് ചെയ്യാൻ പറ്റും. ഈ കോറിയോൺ വില്ല എന്ന് പറയുന്നത് എന്താണ്, ഒരു ടൈനി ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ആണ്. അതെവിടെ കാണപ്പെടുന്നത്, നമ്മുടെ പ്ലാസൻ്റയിൽ കാണപ്പെടുന്ന ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷനാണ് കോറിയോൺ വില്ല എന്ന് പറയുന്നത്. ഓക്കെ, the genetic material in chorion villus cells is identical to fetal cells. അപ്പോൾ നമ്മൾ അമിനോ സെൻറ്റസിസിൻ്റെ തന്നെ എന്താണ് അതിൽ യൂസ് ചെയ്തിരിക്കുന്ന അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കോറിയോൺ വില്ലസ് എന്ന് പറഞ്ഞാൽ പ്ലാസൻ്റയിലുള്ള സെൽസാണ്, പ്ലാസൻ്റയിലുള്ള റീജിയനാണ്. അവിടെ എന്ന് പറയുന്നത് ഫീറ്റസിലുള്ള സെയിം സെൽസ് തന്നെയായിരിക്കും. അപ്പോൾ എന്താണ്, ഈ CVS ചെയ്യുന്ന സമയത്ത് ഈ കോറിയോൺ വില്ലസിലുള്ള സെൽസ് നമ്മൾ കുറച്ചെടുക്കും, എന്നിട്ട് അത് ബയോപ്സി ചെയ്യും. ഓക്കെ, ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, വളരെ ഏർലി പ്രഗ്നൻസിയിൽ തന്നെ നമുക്കിത് ചെയ്ത് ഫീറ്റസിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. അതായത് അമിനോ സെൻറ്റസിസിലും മുന്നേ നമുക്കത്, അതായത് അമിനോ സെൻറ്റസിസ് ചെയ്യുന്നത് 16 വീക്സിലാണെന്ന് പറഞ്ഞു. ഇത് അതിന് ഒരുപാട് ഏർലി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാം. ഏകദേശം 10 to 12 വീക്സിൽ തന്നെ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. ഫീറ്റസിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, എങ്ങനെയാണ് കോറിയോൺ വില്ല സാമ്പിൾ കളക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അതും ഇതുപോലെ തന്നെ ഒരു കത്തീഡ്രൽ ഉണ്ട് കേട്ടോ, ഒരു ഫ്ലെക്സിബിൾ ട്യൂബ് അല്ലെങ്കിൽ കത്തീഡ്രൽ. നമ്മൾ ഈ ഇഞ്ചക്ഷൻ, നമ്മൾ ഈ എന്താണ് ട്രിപ്പ് ഇടുമ്പോൾ നമ്മളെ കയ്യിൽ കുത്തിവെക്കത്തില്ല, ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു കത്തീറ്റർ എന്നാണ് അതിൻ്റെ പേര്. അങ്ങനെ ഒരു ട്യൂബ് പോലത്തെ ഒരു സ്ട്രക്ചറുണ്ട്. അത് നമ്മൾ വജൈനയിലൂടെ, സെർവിക്സിലൂടെ നമ്മൾ പ്ലാസൻ്റയിലേക്ക് കയറ്റി വിടും. വജൈന വഴി സെർവിക്സിലൂടെ നമ്മൾ പ്ലാസൻ്റയിലേക്ക് കയറ്റും. എന്നിട്ട് എന്താണ്, ഹൗവർ ദ സാമ്പിൾ ഓൾസോ ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബൈ ഇൻസേർട്ടിങ് എ ലോങ് തിൻ നീഡിൽ ത്രൂ ദ അബ്ഡോമൻ ഇൻ ടു ദ പ്ലാസൻ്റ. അപ്പം അമിനോ സെൻറ്റസിസ് പോലെ തന്നെ അബ്ഡോമനിലൂടെ ഒരു ലോങ് ആയിട്ടുള്ള സിറിഞ്ച് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് പ്ലാസൻ്റയിൽ നിന്ന് ഫ്ലൂയിഡ് കളക്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ കത്തീഡ്രൽ പോലെ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ട്യൂബ് ഉപയോഗിച്ചിട്ട് വജൈനയിലൂടെ കടത്തി സെർവിക്സിലൂടെ എന്താണ് പ്ലാസൻ്റയിൽ എത്തിച്ച് അവിടുന്ന് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ,
Ultrasound is used to guide the catheter or needle into the correct position for collecting the sample. അപ്പം നമുക്ക് ബ്ലൈൻഡ് ആയിട്ട് ഒരിക്കലും കയറ്റാൻ പറ്റത്തില്ല അല്ലേ. അപ്പോൾ അതിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അൾട്രാസൗണ്ടിൻ്റെ സ്കാനിങ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ CVS can detect hundreds of inherited disease such as Tay-Sachs disease, ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, സിസ്റ്റിക് ഫൈബ്രോസിസ് ഇങ്ങനെയുള്ള ജനറ്റിക് ഡിസോർഡേഴ്സ് കണ്ടുപിടിക്കാൻ CVS എന്ന് പറയുന്നത് വളരെ വളരെ എഫിഷ്യൻ്റ് ആണ്. ഇതിന് വെരി ഏർലി പ്രഗ്നൻസിയിൽ തന്നെ അത് ഡിറ്റക്റ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ക്രോമസോമൽ അനോമലീസ് ആയിട്ടുള്ള ഡൗൺ സിൻഡ്രം, ടർണർ സിൻഡ്രം, ക്ലീൻ ഫിൽറ്റർ സിൻഡ്രം ഇതും നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. ജനറ്റിക് ഡിസോർഡേഴ്സ് മാത്രമല്ല ക്രോമസോമൽ അബ്നോർമാലിറ്റീസും നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. ഓക്കെ, അതാണ് കോറിയോണിക് വില്ലസ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അൾട്രാസൗണ്ട് സ്കാനിങ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ 2 ടെക്നിക്കിൻ്റെ ഭാഗമായിട്ട് അൾട്രാസൗണ്ട് സ്കാനിങ്ങിനെ പറ്റി പറഞ്ഞല്ലോ. അപ്പോൾ അൾട്രാസൗണ്ട് സ്കാനിങ്ങിൻ്റെ മറ്റൊരു പേരാണ് അൾട്രാസോണോഗ്രഫി എന്നും പറയാറുണ്ട്. മെഡിക്കൽ ഇമേജിംഗ് ടെക്നിക് ദാറ്റ് യൂസ് ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സ്. ഇവിടെ യൂസ് ചെയ്യുന്നത് വളരെ ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സ് ആണ്. ഇറ്റ് ഫ്രീക്വൻസി റേഞ്ചസ് ഓഫ് 1 to 12 MHz, 1 മുതൽ 12 MHz വരെയുള്ള ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് വേവ്സ് ആണ് നമ്മൾ അൾട്രാസോണോഗ്രഫിയിൽ യൂസ് ചെയ്യുന്നത്. ഡെവലപ്പിംഗ് എംബ്രിയോ ക്യാൻ ബി വിഷ്വലൈസ്ഡ് അറ്റ് അബൌട്ട് 6 weeks ഓഫ് ഗസ്റ്റേഷൻ. അപ്പോൾ നമ്മുടെ 6 weeks ഓഫ് ഗസ്റ്റേഷൻ, നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് 6 weeks മാത്രം ഏജ്, അതായത് പ്രഗ്നൻസി പീരീഡ് 6 weeks മാത്രം ഉള്ളപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഡെവലപ്പിംഗ് എംബ്രിയോയെ മോണിറ്റർ ചെയ്യാൻ പറ്റും. എങ്ങനെ? അൾട്രാസൗണ്ട് സ്കാനിങ് വഴിയാണ് അത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മെയിനായിട്ടും എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് ഫീറ്റസിൻ്റെ അതുപോലെ യൂട്രസിൻ്റെയൊക്കെ പൊസിഷൻ കറക്റ്റായിട്ട് ഡിറ്റക്റ്റ് ചെയ്യാൻ ആണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. സൗണ്ട് വേവ്സ് ഓഫ് വേവ് ലെങ്ത് ഷോർട്ടർ ദാൻ ഓഡിബിൾ സൗണ്ട് എമിറ്റഡ് ഫ്രോം എ സോഴ്സ് ആർ ഫോക്കസ്ഡ് ഇൻ ടു ഫീറ്റസ് ഓർ ഓർഗൻ അണ്ടർ സ്റ്റഡി. അപ്പോൾ നമുക്കൊരു സോഴ്സ് ഉണ്ടല്ലേ, ഒരു സോഴ്സിൽ നിന്നാണ് നമ്മുടെ ഈ സൗണ്ട് വേവ് എമിറ്റ് ചെയ്യുന്നത്. ഈ സോഴ്സിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന സൗണ്ട് വേവിനെ നമ്മൾ ഏത് ഓർഗനാണോ, അല്ലെങ്കിൽ നമുക്ക് ഓർഗനെയും നമുക്ക് പറ്റും കേട്ടോ, ഓർഗനെയും വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. ഓർഗൻ അല്ലെങ്കിൽ ഫീറ്റസിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുകയാണ്. അതിനുശേഷം എന്താണ്? അപ്പോൾ ഏതൊരു ലൈറ്റും അല്ലെങ്കിൽ ഒരു സൗണ്ട് വേവും ഒരു ഒബ്ജക്റ്റിൽ തട്ടിയിൽ അതെന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി അതിൽ നിന്ന് കുറേ വേവ് റിഫ്ലക്റ്റ് ചെയ്യും അല്ലേ. അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന വേവിനെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു സെൻസർ അതിനെ ഡിറ്റക്റ്റ് ചെയ്യും. റിഫ്ലക്റ്റ് ചെയ്യുന്ന വേവിനെ സെൻസർ ഡിറ്റക്റ്റ് ചെയ്യും. അതിനെ പിന്നെ എന്താ ഇലക്ട്രിക് സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഒരു ഓസിലോസ്കോപ്പ് എന്ന് പറയുന്ന ഒരു ഒരു സ്ക്രീനുണ്ട്, ഡിസ്പ്ലേ ഉണ്ട്. അവിടെയാണ് നമുക്ക് ഈ ഫീറ്റസിൻ്റെയൊക്കെ ഇമേജ് കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഇന്റേണൽ ഓർഗനെയൊക്കെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നത് ഓസിലോസ്കോപ്പിലാണ്. അപ്പോൾ ആ സെൻസർ വഴി ഈ വേവ്സിനെ ഇലക്ട്രിക് വേവ് സിഗ്നൽസ് ആക്കി മാറ്റിയിട്ട് നമുക്കത് ഓസിലോസ്കോപ്പ് വഴി നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? സ്കാൻ ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഫീറ്റസിനെ, നമ്മുടെ യൂട്രസ്, അതുപോലെ ഇന്റേണൽ ഓർഗൻസിനെ എല്ലാം തന്നെ സ്കാൻ ചെയ്യാൻ നമുക്ക് അൾട്രാസൗണ്ട് സ്കാനിങ് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് കിട്ടുന്ന ഇമേജ് എന്ന് പറയുന്നത് 2 dimensional ആയിരിക്കും കേട്ടോ. 2 dimensional ഇമേജ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് ബേബിയുടെ ഹാർട്ട് ബീറ്റ് റേറ്റ് അറിയാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുപോലെ ഫീറ്റസിൻ്റെ സ്കെലേറ്റൽ അല്ലെങ്കിൽ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിലും ഈ അൾട്രാസൗണ്ടിൻ്റെ ഒരു വേവിൻ്റെ ഒരു വേരിയേഷൻ വെച്ചിട്ട് നമുക്ക് അബ്നോർമാലിറ്റീസ് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. Ultrasound scanning is completely safe procedure and is now used in preference to other techniques. അപ്പോൾ അൾട്രാസൗണ്ട് സ്കാനിങ് ആണ് നമ്മുടെ ഇപ്പം ഈ കോറിയോണിക് വില്ലസ് സാമ്പിളിങ്, അതുപോലെ തന്നെ അമിനോസെൻറ്റസിസ് എന്നൊക്കെ പറയുന്ന വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നിക്കാണ് അല്ലേ. അപ്പോൾ വലിയ നീഡിൽ വെച്ച് അബ്ഡോമിനിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് ഫ്ലൂയിഡ് എടുത്ത് കൾച്ചർ ചെയ്ത് അങ്ങനെയൊക്കെ കണ്ടുപിടിക്കുന്നതിലും അൾട്രാസൗണ്ട് സ്കാനിങ് എന്ന് പറയുന്നത് എന്താണ്? ജസ്റ്റ് നമ്മുടെ
ബോഡി സർഫസിലൂടെ എന്താണ് സൗണ്ട് വേവ് കടത്തി വിട്ടിട്ട് നമുക്ക് അറിയാൻ പറ്റും അല്ലെ ഫീറ്റസിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, നോർമലാണോ, ഹാർട്ട് ബീറ്റ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒരുവിധം എന്താണ് പ്രിഫർ ചെയ്യുന്നത്, എല്ലാ ഡോക്ടേഴ്സും പ്രിഫർ ചെയ്യുന്നത് അൾട്രാസൗണ്ട് സ്കാനിങ് ആണ്. പക്ഷെ അൾട്രാസൗണ്ട് സ്കാനിങ്ങിൽ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കത്തുള്ളൂ. അമിനോസെൻറ്റസിസ് ആണെങ്കിലും കോറിയോണിക് വില്ലസ് സാമ്പിളിംഗ് ആണെങ്കിലും അൾട്രാസൗണ്ട് സ്കാനിങ്ങിന് പറ്റാതെ വരുന്ന കേസിൽ മാത്രമേ ഇത് രണ്ടും ചെയ്യാറുള്ളൂ. ഒരിക്കലും അതൊരു കോമൺ ടെക്നിക്കല്ല, അത് നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. നമുക്ക് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ ആൻഡ് എംബ്രിയോ ട്രാൻസ്ഫർ എന്ന് പറയുന്നൊരു ടോപ്പിക് കൂടെ നോക്കാം. അപ്പോൾ എന്താണ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ? അപ്പോൾ നമുക്കറിയാം എന്താണ് നോർമലായിട്ട് ദ ബയോളജിക്കൽ ഫിനോമിനൻ ഇസ് ഫണ്ടമെന്റൽ ടു ദ സർവൈവ് ഓഫ് എവറി സ്പീഷീസ് അല്ലേ. നമുക്ക് റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞൊരു ഫിനോമിന ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓരോ ജീവികൾക്കും അല്ലെങ്കിൽ ഏതൊരു ജീവിയാണെങ്കിലും അവരുടെ സ്പീഷീസ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു ഫിനോമിന വേണം അല്ലേ. അപ്പം എല്ലാ ജീവികൾക്കും റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റത്തില്ല. എന്നാൽ മിക്കവാറും ഓൾമോസ്റ്റ് എല്ലാ ജീവികളും റീപ്രൊഡ്യൂസ് ചെയ്തിട്ട് തന്നെയാണ് അവരുടെ സ്പീഷീസ് നിലനിർത്തുന്നത് അല്ലേ. അപ്പോൾ ഇനി ഹ്യൂമൻസിൻ്റെ കേസ് വരുവാണെങ്കിൽ ഹ്യൂമൻസ് എന്ന് പറയുന്നത് അവർക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവരാണ്. പക്ഷെ പല നമ്മുടെ ലൈഫ് സ്റ്റൈൽ കാരണവും അല്ലെങ്കിൽ ജനറ്റിക് പ്രോബ്ലംസ് കാണുമോ ഒക്കെ തന്നെ നമുക്ക് ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ടല്ലേ. അപ്പോൾ ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലംസിന് ഒരു പരിധി വരെ ക്യൂർ ചെയ്യാൻ ഈ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന വളരെ നൂതന സാങ്കേതിക വിദ്യക്ക് കഴിയുന്നുണ്ട് എന്നതാണ് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്താണ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് നോക്കാം. ഇത് IVF എന്നും പറയാറുണ്ട്. ഇറ്റ് റെഫേഴ്സ് ടു ദ യൂണിയൻ ബിറ്റ്വീൻ എഗ് സെൽ ആൻഡ് സ്പെം ഔട്ട്സൈഡ് ബോഡി ഇൻ എ കൾച്ചറൽ വെസൽ ഇൻവോൾവിംഗ് ദെയർ കളക്ഷൻ ആൻഡ് ഫ്യൂഷൻ അണ്ടർ അപ്രോപ്രിയേറ്റ് കണ്ടീഷൻസ് in vitro to give rise to zygotes which are cultured in vitro to obtain young embryos. നമ്മൾ ഇതിപ്പം എനിക്ക് തോന്നുന്നു ഞാൻ സ്റ്റെം സെൽ തെറാപ്പിയുടെ കേസിൽ എംബ്രിയോണിക് സ്റ്റെം സെൽസിനെ പറ്റി പറഞ്ഞപ്പോൾ അത് ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു. എന്താ ചെയ്യുന്നത്, ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ടല്ലേ. ഇൻ വിട്രോ എന്ന് പറയുമ്പോൾ അണ്ടർ ലാബ് കണ്ടീഷൻ അല്ലെങ്കിൽ ഔട്ട്സൈഡ് ദ ബോഡി എന്ന് പറയാം അല്ലേ. അപ്പോൾ അവിടെ എന്താ ചെയ്യുന്നത്, എഗ് സെല്ലിനെയും സ്പേമിനെയും നമ്മളൊരു കൾച്ചർ വെസൽ അല്ലെങ്കിൽ ഒരു കൾച്ചർ കണ്ടീഷനിൽ നമ്മൾ അവരെ തമ്മിൽ ഫ്യൂസ് ചെയ്യിപ്പിക്കുന്നു. ആർട്ടിഫിഷ്യൽ കണ്ടീഷൻസിൽ നമ്മൾ പ്രോപ്പറായിട്ടുള്ള മീഡിയ കൊടുത്തു, നമ്മൾ പ്രോപ്പറായിട്ടുള്ള കണ്ടീഷൻസ് എല്ലാം കൊടുത്തിട്ട് നമ്മൾ അതിനെ ഫ്യൂസ് ചെയ്യിപ്പിക്കുകയാണ്. ഫ്യൂസ് ചെയ്യുന്നതിന് ശേഷം എന്ത് ചെയ്യും, സൈഗോട്ട് ഉണ്ടാവും അല്ലേ. ഈ സൈഗോട്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കൾച്ചർ ചെയ്യുന്നു. ഒരു യങ് എംബ്രിയോ ആവുന്നവരെ നമ്മൾ കൾച്ചർ ചെയ്തിട്ട് പിന്നീട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സറോഗേറ്റീവ് മദറിലേക്ക് അതിനെ എംബ്രിയോയെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുക ചെയ്യുന്നത്. അങ്ങനെയാണല്ലോ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് ചെയ്യുന്നത്. ഇതറിയാത്തവർക്ക് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഞാൻ പറഞ്ഞതാണേ. The implantation of young embryos developed in vitro or obtained from the uterus of females into the womb of selected females is termed as embryo transplantation or embryo transfer. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം തന്നെ. ഇപ്പോൾ ഒരു മദറിന്, ശരിക്കുള്ള മദറിന് യൂട്രസിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ യൂട്രസ് ഇങ്ങനെ ഒരു പ്രഗ്നൻസിയെ താങ്ങാൻ പറ്റാത്തൊരു കണ്ടീഷൻ വരുമോ, അങ്ങനെയൊക്കെയാണെങ്കിൽ എന്ത് ചെയ്യും, സറോഗേറ്റീവ് മെതഡ് ഉണ്ടല്ലേ. വേറൊരു അമ്മയുടെ ഗർഭപാത്രം കാണാൻ എടുക്കാന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ വേറൊരു അമ്മയുടെ യൂട്രസിലേക്ക് നമ്മൾ ഈ എംബ്രിയോയെ ഇംപ്ലാന്റ് ചെയ്യും. ഇംപ്ലാന്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, എംബ്രിയോ ട്രാൻസ്പ്ലാന്റേഷൻ അഥവാ എംബ്രിയോ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ടെസ്റ്റ് ട്യൂബ് ബേബീസ് നിങ്ങൾക്ക് വളരെ കുറച്ച് ഈ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എന്താണെന്ന് മാത്രമേ അറിയാനുള്ളൂ കേട്ടോ. അതാ ഞാൻ വളരെ ചുരുക്കി പറഞ്ഞത്. ഇനി ടെസ്റ്റ് ട്യൂബ് ബേബീസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത ബേബീസിനെയാണ് നമ്മൾ ടെസ്റ്റ് ട്യൂബ് ബേബീസ് എന്ന് പറയുന്നത്. അതായത് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ വഴി ഡെവലപ്പ് ചെയ്യുന്ന ബേബീസിനെയാണ് നമ്മൾ ടെസ്റ്റ് ട്യൂബ് ബേബീസ് എന്ന് പറയുന്നത്. എല്ലാവരും വിചാരിക്കുന്നത് ടെസ്റ്റ് ട്യൂബിലുണ്ടായ ബേബീസ് ആയത് കാരണമാണോ ടെസ്റ്റ് ട്യൂബ് ബേബീസ് എന്ന് പറയുന്നത്. പണ്ടൊക്കെ ഞാൻ അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ല കേട്ടോ. ലബോറട്ടറി കണ്ടീഷനിൽ നമ്മൾ പ്രോപ്പർ മീഡിയയും
അതുപോലെ തന്നെ കണ്ടീഷൻസൊക്കെ കൊടുത്തിട്ട് ലബോറട്ടറി കണ്ടീഷനിൽ ഡെവലപ്പ് ചെയ്യുന്ന എംബ്രിയോ ആയതുകൊണ്ടാണ് അതിനെ ടെസ്റ്റ് ട്യൂബ് ബേബീസ് എന്ന് പറയുന്നത്, അല്ലാതെ ടെസ്റ്റ് ട്യൂബിൽ ഡെവലപ്പ് ചെയ്യുന്നതല്ല. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ഹ്യൂമൻ എഗ് അത് ആദ്യമേ റിപ്പോർട്ട് ചെയ്തത് 1942 പിന്നീട് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ വഴിയിട്ടുള്ള ബേബി അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബ് ബേബി ജനിച്ചത് 1978. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ ബേബിയുടെ പേരെന്താണ്? ലൂയിസ് ബ്രൗൺ എന്നാണ് ആ ബേബിയുടെ പേര്. അപ്പോൾ അതാണ് ടെസ്റ്റ് ട്യൂബ് ബേബിയുടെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. The term test tube baby is a misnomer because except for the brief period of fertilization and development that occurs outside, the whole gestation occurs within the uterus. അത് നിങ്ങൾ ഓർത്തു വെക്കുക. ഈ എംബ്രിയോ ഡെവലപ്പ് ആവുന്നത് വരെയാണ് നമുക്ക് എന്താണ് ലബോറട്ടറി കണ്ടീഷൻസിൽ നമ്മളിതിനെ ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് വെസൽസ്, കൾച്ചർ വെസൽസിലൊക്കെ. അതിനുശേഷം നല്ലൊരു ഹെൽത്തി എംബ്രിയോ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ എംബ്രിയോനെ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യും യൂട്രസിൽ. ഇപ്പം അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ അമ്മയുടെ യൂട്രസിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യും. അഥവാ ഈ അമ്മയുടെ യൂട്രസിന് പ്രശ്നം ഉണ്ടെങ്കിൽ ഇതിന് സരോഗേറ്റ് മദറിൻ്റെ യൂട്രസിലേക്ക് ഇംപ്ലാന്റ് ചെയ്യുകയോ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇംപ്ലിക്കേഷൻസ് നോക്കാം. ഈ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ്റെ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കാം അല്ലേ. അപ്പം ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ മെറിറ്റ്സിനെ പറ്റി പറയാം. എന്താണ്? സൊല്യൂഷൻ ഫോർ ഇൻഫെർട്ടിലിറ്റി അല്ലേ. അപ്പോൾ ഒരുപാട് എന്താണ് കപ്പിൾസ് ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന ഒരുപാട് കപ്പിൾസ് കാണും അല്ലേ. അപ്പോൾ അവർക്കൊരു സൊല്യൂഷനാണ്, ഒരു കുഞ്ഞുണ്ടാവാനുള്ളൊരു വലിയൊരു സൊല്യൂഷനാണ് എന്തെന്ന് പറയുന്നത് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഈവൻ ഇറ്റ് ഈസ് വെരി വെരി കോസ്റ്റ്ലി. എന്താണ് എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റത്തില്ല. സാധാരണക്കാർ അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് അത് അങ്ങനൊരു നല്ലൊരു മാർഗമല്ല എങ്കിൽ പോലും എന്താണ് കാശുള്ളവർക്ക് അല്ലെങ്കിൽ അതിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഇറ്റ്സ് എ സൊല്യൂഷൻ ഫോർ ഇൻഫെർട്ടിലിറ്റി നമുക്ക് പറയാം. പിന്നെ ഡയഗ്നോസിസ് ആൻഡ് പ്രിവെൻഷൻ ഓഫ് ജനറ്റിക് ഡിസീസസ്. അപ്പം ഇൻവിട്രോ ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് ഇപ്പം നമുക്ക് അമ്മയുടെ വയറ്റിൽ എന്താണ് നോർമലായിട്ടുണ്ടായ ഒരു പ്രഗ്നൻസി ആണെങ്കിൽ അതിനേക്കാളും നമുക്ക് അറിയാൻ പറ്റും അല്ലേ. എംബ്രിയോ ആവുന്ന സമയത്ത് അതിൻ്റെ ബ്ലാസ്റ്റുലയിലെ ബ്ലാസ്റ്റോമിയേസ് ഒന്നോ രണ്ടോ ബ്ലാസ്റ്റോമിയേസിൽ 1-2 സെല്ലെടുത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും ഈ എംബ്രിയോ ഹെൽത്തി ആണോ, എന്തെങ്കിലും ജനറ്റിക് ഡിസോർഡർ ഉണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? വളരെ ഹെൽത്തി ആണെന്ന് 100% ഉറപ്പുള്ള എംബ്രിയോസിനെ മാത്രമേ ട്രാൻസ്പ്ലാന്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, പക്ഷെ നോർമൽ പ്രഗ്നൻസിയിൽ അങ്ങനെ അല്ലല്ലോ. നോർമൽ പ്രഗ്നൻസിയിൽ എന്താണ് ബൈ ചാൻസ് ആണല്ലോ ഒരു ഹെൽത്തി എംബ്രിയോ ഉണ്ടാവുന്നതും ഒരു ജനറ്റിക് ഡിസോർഡർ ഉള്ള ഒരു എംബ്രിയോ ഉണ്ടാവുന്നതും എന്ന് പറഞ്ഞാൽ ബൈ ചാൻസ് ആണ്. നമ്മളൊന്നും ചെയ്തിട്ടല്ല എങ്കിൽ പോലും ഒരു ബൈ ചാൻസ് ആണ്. പക്ഷെ ആ ഒരു ചാൻസ് പോലും നമ്മുടെ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ഇല്ല. അവർക്ക് വളരെ പൂർണ്ണമായും 100% ഉറപ്പുള്ള എംബ്രിയോസിനെ മാത്രമേ അവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് ജനറ്റിക് ഡിസീസിനെയൊക്കെ ഒരു പരിധി വരെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെന്ന് പറയുന്നത് എത്തിക്കൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂസ്. ഇതൊരു ഇതൊരു ഡീമെറിറ്റ് ആണ് അല്ലേ. എത്തിക്കൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂസ് എന്ന് പറയുമ്പം മെയിനായിട്ടും ഇപ്പം നമ്മൾക്ക് ഒരു സരോഗേറ്റീവ് മദറിലാണ് ഈ എംബ്രിയോ വളരുന്ന എങ്കിൽ ആ കുഞ്ഞിൻ്റെ മദർഹുഡ് അല്ലെങ്കിൽ പേരൻറ്ഹുഡ് എന്ന് പറഞ്ഞാൽ ആ സരോഗേറ്റീവ് മദർ ആവും എന്നൊരു തെറ്റിദ്ധാരണ അതൊരു കാരണമാണ്. ഓക്കെ, അതുപോലെ ലീഗൽ പ്രോബ്ലംസ് കാണും. ചില അമ്മമാരൊക്കെ സരോഗേറ്റീവ് മദേഴ്സായിട്ട് പിന്നെ കുഞ്ഞുങ്ങളെ വിട്ടുകൊടുക്കാതിരിക്കുന്ന ഒരു കണ്ടീഷൻ കാണും. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ലീഗൽ ഇഷ്യൂസ് എന്ന് പറയുന്നത്. പിന്നെ എത്തിക്കൽ ഇഷ്യൂ എന്ന് പറയുമ്പം എന്താണ് എല്ലാവരും ഒരു അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഇതല്ലല്ലേ. സ്പേം ആരുടെയാണ് അല്ലെങ്കിൽ എഗ് ആരുടെയാണ്, ഇത് ഇവരുടെ തന്നെ കുട്ടിയാണോ എന്നൊക്കെ സൊസൈറ്റി കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ളൊരു ടെക്നിക്ക് കൂടിയാണ് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇംപ്ലിക്കേഷൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഇന്ന് പഠിച്ചത് പ്രീനേറ്റൽ ഡയഗ്നോസിസിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ക്ലോണിംഗ് എക്സ്പെരിമെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ.